പിണറായി 3.0 എന്ന ഇടത് സ്വപ്നത്തിന് വെല്ലുവിളി തീർത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമാണെന്ന ചോദ്യമാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇനി ചർച്ചയാകുക. ചേലക്കരയിൽ ഒഴികെ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കേണ്ടിവരും LDFനും CPIM നേതൃത്വത്തിനും. PV Anwariൽ നിന്ന് നേരിട്ട തിരിച്ചടിയെ രാഷ്ട്രീയമായി മറികടന്ന് നിലമ്പൂരിൽ വിജയം ഉറപ്പാക്കേണ്ടിയിരുന്നത് LDFനും CPIMനും അപ്പുറം പിണറായി വിജയൻ എന്ന അനിഷേധ്യ നേതാവിൻ്റെ കൂടി ആവശ്യമായിരുന്നു. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെക്കാൾ പ്രാധാന്യം മുഖ്യമന്ത്രി നിലമ്പൂരിന് നൽകിയതും അതുകൊണ്ട് തന്നെ. തുടർച്ചയായി 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തും 7 പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തും മുഖ്യമന്ത്രി നേരിട്ട് M സ്വരാജിന് വേണ്ടി വോട്ട് തേടി. അൻവർ എന്ന വഞ്ചകൻ കാരണം അനിവാര്യമായ തെരഞ്ഞെടുപ്പെന്ന് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും M സ്വരാജ് ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു LDF. UDFന്റെ ആധികാരിക ജയത്തേക്കാൾ CPIMനെയും മുഖ്യമന്ത്രിയെയും അങ്കലാപ്പിലാക്കുന്നത് അൻവർ നേടിയ 19,000-ലധികം വോട്ടുകളാകും. നിലമ്പൂരിൽ UDF ആധികാരിക ജയം നേടുമ്പോൾ LDFന് മറുപടി പറയേണ്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് എത്രത്തോളം ശക്തമാണ് ഭരണവിരുദ്ധ വികാരം? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം 3ാം പിണറായി സർക്കാർ എന്ന ഇടതു സ്വപ്നത്തിന് ഏൽപ്പിക്കുന്ന മങ്ങൽ ചെറുതല്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 1470 വോട്ട് UDFന് കുറഞ്ഞെന്ന് അവകാശപ്പെടുമ്പോഴും വർഗീയ സംഘടനകളുടെ സഹായം തേടിയെന്ന് ആരോപിക്കുമ്പോഴും തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നേരിടാനിരിക്കുന്നത് ഇതുവരെ കാണാത്ത തകർച്ചയാണെന്ന് വ്യക്തമായി അറിയാം CPIMന്. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുമെന്ന് MV ഗോവിന്ദൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്ന ചോദ്യത്തിനും കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായ ഉത്തരമില്ല. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്വതന്ത്രനായി നിന്ന ഒരാളിൻ്റെ സ്വാധീന ശക്തി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. സഖാവ് കുഞ്ഞാലി 1960കളിൽ അവിടെ ജയിച്ചതൊഴിച്ചാൽ മണ്ഡലത്തിൻ്റെ ഘടനയിലും അതിനുശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം സ്ഥിരമായി UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും തുടർഭരണം സാധ്യമാകുമെന്നും ആവർത്തിക്കുമ്പോഴും LDFും CPIMും ആത്മപരിശോധന നടത്തേണ്ടി വരുമെന്നതും ഉറപ്പ്. ക്ഷേമ പെൻഷനും വിലക്കയറ്റവും ആശാവർക്കർമാരുടെ സമരവും മുതൽ രാഷ്ട്രീയമായും വ്യക്തിപരമായും PV Anwar ഉന്നയിച്ച RSS ബന്ധവും അഴിമതിയും സ്വജനപക്ഷപാതവും അടക്കമുള്ള ആരോപണങ്ങൾ വരെ മറികടക്കേണ്ടി വരും ക്യാപ്റ്റനും സംഘത്തിനും. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്ന ന്യായവാദങ്ങൾ ഇനി നിലനിൽക്കാൻ ഇടയില്ല. വിജയിക്കുന്നതിന് വേണ്ടി UDF തെറ്റായ രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇവിടെ കോട്ടം സംഭവിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെ നിലനിർത്താൻ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയപ്പെട്ടാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നൊരു തന്ത്രം UDF ഇവിടെ പ്രയോഗിച്ചത്. പ്രതിപക്ഷത്തെക്കാളേറെ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കും മറുപടി നൽകേണ്ടി വരും. നിലമ്പൂരിലെ തോൽവിയിൽ ഒളിയം പെയ്തു കഴിഞ്ഞു ബിനോയ് വിശ്വം. നിലപാടില്ലാത്ത, തത്വങ്ങളില്ലാത്ത, തത്വദീക്ഷയില്ലാത്ത, സത്യചിന്തയില്ലാത്ത അത്തരം പ്രതിഭാസങ്ങളെയെല്ലാം ഏറ്റെടുക്കുമ്പോഴും വലുതാക്കുമ്പോഴും അവരെല്ലാം പിന്നെ എന്തെല്ലാം ആകുമെന്നും ഇതൊക്കെ ചെയ്യുമെന്നും കൂടി ജാഗ്രത കാണിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന് ആ ഘടകം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പാഠവും പഠിക്കും. നഷ്ടപ്പെട്ട വിശ്വാസവും ജനപിന്തുണയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരിച്ചുപിടിക്കണം LDFന്.
ഉപതെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ UDF മുന്നേറുമ്പോൾ LDFന് അനുകൂല ഘടകങ്ങൾ കുറവാണ്. 2026-ലും എല്ലാം ശരിയാകണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തിയേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.